നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ 10th പ്രിലിംസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സീരീസ് ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ അത് പ്യുവർലി SCRT ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം 10th പ്രിലിംസിന് കൂടുതലും മോസ്റ്റ്ലി SCRT തന്നെയാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ കറണ്ട് അഫയേഴ്സ് പോലെയുള്ള കാര്യങ്ങളാണ് പുറത്തുനിന്ന് കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ SCRT ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു പോവും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ പറഞ്ഞു പോയിട്ട് ഇൻ ദ എൻഡ് ഓഫ് ദ സെഷൻ നമ്മൾ ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ എസ്പെഷ്യലി 2024, 25, 26 ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആ ഒരു പാറ്റേൺ ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ആ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ നോക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ സെഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ജനറൽ ഏരിയയിൽ നിന്ന് 60 മാർക്കാണ് 10th പ്രിലിംസിന് വരുന്നത്. അതിൽ തന്നെ 6 മൊഡ്യൂളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഏരിയ ആണ് ഇത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഇത്രയും ഭാഗമാണ്. ഇത് തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇന്ത്യൻ ജോഗ്രഫി മൊത്തം ഏകദേശം ഈ ഒരു ഏരിയയിൽ കവറായി പോകുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ നോക്ക്, ഇന്ത്യ രാജ്യം മാത്രമല്ല അതിൽ പെടുന്നത് അല്ലെ. ഇവിടെ പാകിസ്ഥാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്, അതുപോലെ ശ്രീലങ്ക, മാലിദ്വീപ്, ലക്ഷദ്വീപ്, അങ്ങനെ കുറച്ച് ഐലൻഡുകളും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്, സബ് കോണ്ടിനെന്റ്. ഒരു തവണ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടാത്ത രാജ്യം ഏതാണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ അഫ്ഗാനിസ്ഥാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ തന്നപ്പം അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു അതിൽ പെടാത്തത്. അപ്പൊ ഓർത്തിരിക്കുക ഏതൊക്കെ രാജ്യങ്ങളാണ് ഉപഭൂഖണ്ഡത്തിൽ പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ പ്രധാനപ്പെട്ട മലനിരകൾ ഒരുപാടുണ്ട്. ഉപഭൂഖണ്ഡത്തിന് പുറത്ത് തന്നെയായിട്ടും ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ചോദ്യം വന്നിട്ടുള്ള മലനിരകളും ഉണ്ട്. അപ്പൊ സുലൈമാൻ റേഞ്ച് എവിടെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിലാണ് കിടക്കുന്നത്. അതുപോലെ ഹിന്ദുക്കുഷ് റേഞ്ചസ് ചോദിച്ചിട്ടുണ്ട്. ഹിന്ദുക്കുഷ് റേഞ്ചസ് എവിടെ? അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വരുന്നത് അല്ലെ. അതുപോലെ കുൻലൂൺ റേഞ്ചസ്, ടിയാൻ ഷാൻ. ഇന്ത്യയിലാണെങ്കിൽ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റുക? ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയാസ് ഉണ്ട്, ലെസർ ഹിമാലയാസ് വരെ, ഗ്രേറ്റർ ഹിമാലയാസ്. അതുപോലെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലാണെങ്കിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ അല്ലെ, ട്രാൻസ് ഹിമാലയാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മ്യാൻമറിൽ അരക്കൻ റേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഏതാണെന്ന് നോക്കിയിരിക്കുക. പിന്നെ ഇവിടെ ഒരു പാമിർ പീഠഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദുക്കുഷും ടിയാൻ ഷാനും കുൻലൂനും സംഗമിക്കുന്ന ഒരു പ്ലേറ്റുമാണ് പാമിർ പീഠഭൂമി. ഇത് മുൻപ് ഒരു വർഷം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പീഠഭൂമിനെയാണ് അല്ലെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാമിർ പീഠഭൂമിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഉപഭൂഖണ്ഡത്തിന്റെ കോമൺ ആയിട്ടുള്ള ക്ലൈമറ്റിനെ നമ്മൾ മൺസൂൺ കാലാവസ്ഥ എന്നാണ് പറയാം. അപ്പൊ കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് നമ്മൾ മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇനി പറയും കേട്ടോ. ഇനി ഉപഭൂഖണ്ഡം വിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. അപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പം ഇന്ത്യയുടെ അതിർത്തികൾ ആദ്യം നോക്കാം. ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കാണുന്നില്ലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡർ, അതുപോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഈ ഒരു ചെറിയ ബോർഡർ ആണുള്ളത് കേട്ടോ. അപ്പം ചിലരെങ്കിലും തെറ്റിക്കാറുണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനും ബോർഡറിങ് സ്റ്റേറ്റ്സ് ആണോന്ന്. ഇന്ത്യ ഏറ്റവും കുറവ് ബോർഡർ ഷെയർ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനായിട്ടാണ്. ഇവിടെ ഒരു ചെറിയ ബ്ലൂ ലൈൻ കാണുന്നില്ലേ, അത്രയും. അതിനുശേഷം ചൈനയായിട്ട് നമുക്ക് ബോർഡർ ഉണ്ട്, നേപ്പാളായിട്ടും ബോർഡർ ചെയ്യുന്നുണ്ട്, ഭൂട്ടാനായിട്ടും, പിന്നെ മ്യാൻമാറായിട്ടും ബോർഡർ ഉണ്ട്, ബംഗ്ലാദേശുമായിട്ടും ബോർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ 7 രാജ്യങ്ങളുമായിട്ട് കര അതിർത്തി പങ്കിടുന്നുണ്ട് ഇന്ത്യ. ഇന്ത്യക്കാകെ 15,106.7 കിലോമീറ്റർ നീളമുള്ള അന്താരാഷ്ട്ര കര അതിർത്തി ഉണ്ട് 7 രാജ്യങ്ങളുമായിട്ട് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ 4,096.7 കിലോമീറ്റർ ബംഗ്ലാദേശുമായിട്ടാണുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്, ബോർഡർ ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശ് ആയിട്ടാണ്. ഏറ്റവും കുറവ് ഏതാണ്? ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്, 106 കിലോമീറ്റർ. ഇനി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 4,096.7 കിലോമീറ്റർ അതിർത്തി ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ 5ാമത്തെ അതിർത്തിയാണ്. അപ്പൊ ഏറ്റവും നീളമേറിയ 5ാമത്തെ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് കേട്ടോ. ഇനി അതിർത്തികളുടെ കാര്യം പറയുമ്പം ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി രേഖകളെ പറയുന്നതാണ്
റാഡ്ക്ലിഫ് ലൈൻ. അതായത് നമ്മളെ ഡിവൈഡ് ചെയ്ത് പോയല്ലോ ബ്രിട്ടീഷുകാർ 1947. അപ്പൊ ആ സമയത്ത് നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇത് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ അന്ന് ബംഗ്ലാദേശ് എന്തായിരുന്നു? ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു. അപ്പം സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് അന്ന് നമ്മളെ കീറിമുറിച്ച് വരച്ച് രേഖകളൊക്കെ സെറ്റാക്കി എന്താക്കിയത്? നമ്മളെ ഡിവൈഡ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നമ്മൾ റാഡ്ക്ലിഫ് ലൈൻ എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡറും അതുപോലെ തന്നെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബോർഡറും എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ ആണ്. ഇനി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ ഉണ്ടല്ലോ, ഈ റെഡ് കളറിൽ കാണുന്നത്, അതിനെ മക്മോഹൻ ലൈൻ എന്നാണ് പറയാം. മക്മോഹൻ ലൈൻ. പിന്നെ നമ്മുടെ ഏറ്റവും ചെറിയ ബോർഡർ ഇല്ലേ, ഇന്ത്യ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളത്, ഓക്കെ, അതിനെ ദുരന്ത് ലൈൻ എന്നാണ് പറയാ. ദുരന്ത് ലൈൻ. അപ്പം ആ 3 പേരുകൾ അറിഞ്ഞിരിക്കുക. ഇനി അത് കൂടാതെ ലൈൻ ഓഫ് കൺട്രോൾ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന 2 സാധനങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ കാണുന്ന അതിർത്തി അല്ലാതെ ശരിക്കും ഇവിടെ നമ്മളിപ്പോ എന്തായാലും അയൽവാസികളൊക്കെ ആവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറച്ചിലും കുറച്ച് അതിർത്തി തർക്കമൊക്കെ ഉണ്ടാവല്ലോ. അങ്ങനെ തർക്കം വന്ന് നമ്മുടെ കുറച്ച് ഏരിയാസ് ചൈന കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് ഏരിയ ചൈനയുടെ അധീനതയിലാണ്. അപ്പം ചൈന കുറച്ച് ഏരിയ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നിന്നും പാകിസ്ഥാൻ, പാക് അധിനിവേശ കശ്മീർ എന്ന് പറയും, പാക് ഒക്യുപ്പൈഡ് കശ്മീർ, ഇവിടെ നിന്ന് കുറച്ച് ഏരിയ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. അപ്പം ഈ ഒരു പാക് ഒക്യുപ്പൈഡ് കശ്മീരിന്റെയും അതുപോലെ തന്നെ ചൈന അധിനിവേശ കശ്മീരിന്റെയും ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, അതായത് അവരുടെ കൺട്രോളിലുള്ള ഏരിയന്റെയും നമ്മുടെ കൺട്രോളിലുള്ള ഏരിയന്റെയും തമ്മിലുള്ള ബോർഡർ, അതാണ് ഈ ആക്ച്വൽ കൺട്രോളും ലൈൻ ഓഫ് കൺട്രോളും വരുന്നത്. അപ്പം ഇന്ത്യയും പാക്കും തമ്മിലുള്ള ആ ഒരു ബോർഡർ, അതായത് പാകിസ്ഥാന്റെ അധീനതയിലുള്ള കശ്മീരും പിന്നെ ഇന്ത്യൻ ടെറിട്ടറിയും ഇന്ത്യയുടെ കൺട്രോളിലുള്ള ഏരിയയും, അത് തമ്മിലുള്ള ബോർഡറിനെയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ ചൈനയുടെ കൺട്രോളിലുള്ള റീജിയണും ഇന്ത്യയുടെ കൺട്രോളിലുള്ള റീജിയണും തമ്മിലുള്ള ഈ ബോർഡർ ഉണ്ടല്ലോ, അതിനെയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയാം. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ തെറ്റിക്കരുത്. ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യയും പാകിസ്ഥാനും, ആക്ച്വൽ കൺട്രോൾ ഇന്ത്യയും ചൈനയും. ഇനി നമുക്ക് കുറച്ച് ഫാക്ട്സ് പറയാം. ഏറ്റവും നീളമേറിയ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അപ്പം ഇന്റർനാഷണൽ ബൗണ്ടറി ഉള്ള ഏറ്റവും നീളം കൂടിയ ഇന്റർനാഷണൽ ബൗണ്ടറി ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ ആണ്. ഏറ്റവും കുറഞ്ഞ അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആണ്. അതുപോലെ തന്നെ 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന 4 സംസ്ഥാനങ്ങൾ നമുക്കുണ്ട്. 3 സംസ്ഥാനങ്ങളും ഒരു യൂണിയൻ ടെറിട്ടറി കേട്ടോ. 4 സംസ്ഥാനങ്ങളല്ല, 3 സംസ്ഥാനങ്ങളും ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അത് ഏതൊക്കെയാണ്? ലഡാക്ക് ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനുമായിട്ട് ലഡാക്ക് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി സിക്കിമോ? നേപ്പാള്, ചൈന, ഭൂട്ടാനായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാള് നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അരുണാചൽ പ്രദേശ് ഭൂട്ടാൻ, ചൈന, മ്യാൻമാറുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം അതേതാ? ഉത്തർപ്രദേശാണ്. നമ്മുടെ ഇന്ത്യന്റെ ഉള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിന്റെ അതിർത്തി പങ്കിടുന്നത് ഉത്തർപ്രദേശാണ്. ഇനി ഇന്ത്യ, ശ്രീലങ്ക എന്നിവയെ വേർതിരിക്കുന്ന കടലിടുക്ക്, ഇവിടെ ഇന്ത്യനെയും ശ്രീലങ്കേനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കിനെ പറയുന്നതാണ് പാക് സ്ട്രെയിറ്റ് കേട്ടോ. പാക് കടലിടുക്ക്. ഇനി ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്, നോർത്തിലെ. തെക്കേ അറ്റത്ത് തമിഴ്നാട്, പടിഞ്ഞാറേ അറ്റത്ത് ഗുജറാത്ത്, കിഴക്കേ അറ്റത്ത് അരുണാചൽ പ്രദേശ്. അത് ഓർത്തിരിക്കാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലേ? അപ്പൊ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ കൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? നമുക്ക് നോക്കാട്ടോ. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെ? അപ്പൊ ഗുജറാത്ത്, രാജസ്ഥാൻ, ഈ ഒരു വരാട്ടെ, ഈ ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഗുജറാത്ത്, രാജസ്ഥാൻ, പിന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഈ 8 സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ചില സ്റ്റേറ്റ്സിന്റെ പേരൊക്കെ തന്നിട്ട് ചോദിക്കാം, ഏതിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോവാത്തത്, അല്ലെങ്കിൽ ഏതിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം ഇത് ഓർത്തു വെക്കാൻ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു കോഡ് ഉണ്ട്. അത് നിങ്ങൾ റേഷണൽ ആയിട്ടൊന്നും ചിന്തിക്കരുത്, സീരിയസ് ആയിട്ട് എടുക്കരുത്. ഓർത്തു വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന കുറെ കോഡുകളാണ് കേട്ടോ. അപ്പോ മീശയില്ലാത്ത ഗുരുജി 3 ജാർ അല്ലെങ്കിൽ 3 ജാർ മദ്യം വാങ്ങാൻ വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന വഴി ചത്തുപോയി. അതെങ്ങനെയാന്ന് വെച്ചാല് മീശയില്ലാത്ത മിസോറാം, ഗുരുജി ഗുജറാത്ത്, രാജസ്ഥാൻ, 3 ജാർ ത്രിപുര, ജാർഖണ്ഡ്, മദ്യം വാങ്ങാൻ മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന വഴി വെസ്റ്റ് ബംഗാള്, ചത്തുപോയി ഛത്തീസ്ഗഡ്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാനിത് പഠിച്ചിട്ടുള്ളത്. അപ്പം യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളും അങ്ങനെ പഠിച്ചോ. അപ്പം ഈ ഒരു 8 സ്റ്റേറ്റ് നമ്മുടെ മൈൻഡിലിരിക്കും കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം സോൺ ഏതാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ്.
82.5 ഈസ്റ്റ് ഈ ഒരു ടൈം സോൺ ആണ്. അത് എക്സാക്ട്ലി ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ കറക്റ്റ് ടൈം വരുന്നത് ഉത്തർപ്രദേശിലെ മിർസാപൂർ എന്ന് പറയുന്ന റീജിയനിലുള്ളതാണ്. ഇതാ ഇവിടെ മിർസാപൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മുടെ എക്സാക്ട് സമയം വരുന്നത്. 82.5 ഈസ്റ്റിൽ നമ്മൾ ഇന്ത്യയുടെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കറക്റ്റ് ടൈം ആണെന്ന് പറയുമ്പോഴും എക്സാക്ട് ആ സ്ഥലം വരുന്നത് ഉത്തർപ്രദേശിലെ മിർസാപൂരിലാണ് കേട്ടോ. പിന്നെ അത് ഗ്രീൻവിച്ച് മെറിഡിയന്റെ എത്ര വ്യത്യാസമുണ്ട്? ഗ്രീൻവിച്ച് മെറിഡിയനിൽ 0 ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ എത്ര വ്യത്യാസമുണ്ട്? 5.5 മണിക്കൂറാണ് വ്യത്യാസമുള്ളത്. അതും കൂടെ ഓർത്തിരിക്കുക. ഇതും ഒരു PYQയിൽ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതായത് ദ്വീപ സമൂഹങ്ങൾ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്ന ഇമാജിനറി ലൈൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണ്? 10 ഡിഗ്രി ചാനൽ ആണ് കേട്ടോ. 10 ഡിഗ്രി ചാനൽ ആണ് ആൻഡമാൻ അതുപോലെ തന്നെ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു ഇമാജിനറി ലൈൻ. ഇനി നമുക്ക് ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷനിലേക്ക് പോവാം. അപ്പൊ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ തരത്തിലുള്ള ഭൂവിഭാഗങ്ങളാണ് ഉള്ളത്? നമുക്കറിയാം ഹിമാലയൻ റീജിയൻ ഉണ്ട് അല്ലേ, നോർത്തേൺ മൗണ്ടെയിൻസ്. അപ്പൊ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻ റീജിയൻ ഉണ്ട്. അതിനുശേഷം നോർത്തേൺ പ്ലെയിൻസ് ഉണ്ട്, സമതലങ്ങൾ. പിന്നെ പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമി ഉണ്ട്. ഡെസേർട്ട്, മരുഭൂമി ഉണ്ട്. അതുപോലെ കോസ്റ്റൽ പ്ലെയിൻ, തീരപ്രദേശം ഉണ്ട്. പിന്നെ ഐലൻഡുകൾ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്കൊന്ന് വേഗം പറഞ്ഞു പോവാട്ടോ. ദ ഗ്രേറ്റ് ഹിമാലയാസിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെടുക്കുമ്പം ഇവിടെ കാണാം ഈ പർവ്വത നിരകളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതില് ട്രാൻസ് ഹിമാലയാസ് ആണ് ഏത്? കാരക്കോരം, ലഡാക്ക്, സസ്കർ. അപ്പൊ കാരക്കോരം റീജിയൻ ഏറ്റവും മുകളിലത്തെ കാരക്കോരം മലനിരകള്, പിന്നെ രണ്ടാമത്തെ ലഡാക്ക് നിരകള്, പിന്നെ സസ്കർ നിരകള്. ഇത് 3ഉം ട്രാൻസ് ഹിമാലയാസ് ആണ്. പിന്നെ ഹിമാലയത്തിലാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് വരുന്നത്. അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ സിവാലിക്കിനാണ് ഔട്ടർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത്, ഹിമാദ്രിനെയാണ് ഇന്നർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ ഗ്രേറ്റർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. പിന്നെ ഇതിൽ നമുക്ക് കാണാം ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് റേഞ്ചസ് ആയിട്ട് പോകുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാചലിനും സിവാലിക്കിനും കണ്ടിന്യൂസ് അല്ല, അതിന്റെ ഇടയിൽ ഓരോ ഗ്യാപ്പുകൾ ഉണ്ട്. അത് ഓരോ ചുരങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ചുരങ്ങൾ ഏതൊക്കെയാന്നൊക്കെ ഒന്ന് പഠിക്കും. അപ്പൊ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് ഇല്ലാതെ പോകുന്ന ഒരു മലനിരയാണ് ഇത് ഹിമാദ്രി കേട്ടോ. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മേഘാലയയിലുള്ള ഖാരോ, ഖാസി, ജയന്തിയ ഹിൽസ്. അത് മുൻപ് ചോദിച്ചിട്ടുണ്ട് പലതവണ. ഖാരോ, ഖാസി, ജയന്തിയ ഹിൽസ് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ മേഘാലയയിലാണ്. അതുപോലെ ഇവിടെ നാഗ കുന്നുകളുണ്ട്, നാഗ ഹിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഒന്ന് ബേസിക് ഈ ഒരു ഇമേജ് മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടെയാ കടന്നു പോകുന്നതെന്നൊന്ന് മാപ്പ് നോക്കി മനസ്സിലാക്കി വെക്കാം. ഇനി ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളതും ഉയരം കൂടിയതുമായ മലനിരയാണ് മഹാഹിമാലയം, ഗ്രേറ്റ് ഹിമാലയാസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹിമാദ്രിന്റെ ശരാശരി ഉയരം എത്രയാണ്? 6100 മീറ്റർ ആണ് ശരാശരി ഉയരം. പടിഞ്ഞാറ് നങ്ക പർവ്വതം മുതൽ കിഴക്ക് നംച പർവ്വ വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ നങ്ക പർവ്വതം മുതൽ നംച പർവ്വ വരെയാണ് ഇതുള്ളത് ഗ്രേറ്റ് ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാദ്രി നീണ്ടു കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്, ഗ്രേറ്റ് ഹിമാലയാസിലാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി അതേതാണ്? ഇപ്പൊ നിലവിൽ പൂർണ്ണമായും ഇന്ത്യയിലുള്ള ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി കാഞ്ചൻജംഗയാണ് കേട്ടോ. കാഞ്ചൻജംഗ സിക്കിമിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ K2 എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ഡിസ്പ്യൂട്ടഡ് ഏരിയയിലാണ് അല്ലെ, പാകിസ്ഥാനുമായിട്ടുള്ള ഡിസ്പ്യൂട്ടഡ് ഏരിയയിലാണ് K2 സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കാഞ്ചൻജംഗയാണ് നിലവിൽ പൂർണ്ണമായും ഇന്ത്യയിലുള്ള ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. കാഞ്ചൻജംഗയാണ് കേട്ടോ, തെറ്റിക്കരുത്. ഇനി നമുക്ക് ഈ ഹിമാലയത്തിലെ പർവ്വതനിരകളുടെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം കേട്ടോ. അപ്പൊ ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ എത്രയാണ് ശരാശരി ഉയരം വരുന്നത്? 6000 മീറ്റർ ആണ്. ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഏറ്റവും ഉയരം കൂടിയ നിരയാണ്. വർഷം മുഴുവനും മഞ്ഞ് മൂടി കിടക്കുന്നു. ഇനി അവിടുത്തെ പ്രധാന കൊടുമുടികൾ ഏതൊക്കെയാണ്? എവറസ്റ്റ്, കാഞ്ചൻജംഗ, അതുപോലെ നന്ദാദേവി. ഇനി ലെസർ ഹിമാലയ ഏതാണ്? ഹിമാചൽ. അതിന്റെ ശരാശരി ഉയരം 3700 മുതൽ 4500 മീറ്റർ വരെയാണ്. ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിലാണ് ഈ നിര. ഇടതൂർന്നതും വനങ്ങളും താഴ്വരകളും നിറഞ്ഞതാണ്. അതുപോലെ അവിടുത്തെ മെയിൻ കൊടുമുടികൾ ഏതൊക്കെയാണ്? പിർപഞ്ചൽ, ദൗലധർ, പിന്നെ ഷിംല, ഡാർജിലിംഗ് പോലെയുള്ള സ്ഥലങ്ങളും എവിടെയാണ്? ഹിമാചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ശിവാലിക്, ബാഹ്യ ഹിമാലയം, ഔട്ടർ ഹിമാലയ എന്ന് അറിയപ്പെടും. 900 മുതൽ 1100 മീറ്റർ വരെയാണ് ശരാശരി ഉയരം. ഹിമാലയത്തിലെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന നിര താരതമ്യേന ഉയരം കുറഞ്ഞതാണ്. ഡെറാഡൂൺ പോലെയുള്ള വിസ്തൃത താഴ്വരകൾ, ഡൂണുകൾ
സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പം ശിവാലിക്കിലാണ്. ഇനി ട്രാൻസ് ഹിമാലയം, ആവറേജ് ഉയരം എത്രയാണ്? 3000 മീറ്റർ ആണ്. പ്രധാന ഹിമാലയത്തിന് വടക്കായി ടിബറ്റൻ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നു. K2, മൗണ്ട് കൈലാഷ്, അതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയത്തിലാണ്. അപ്പൊ ഇതില് ചിലപ്പോൾ ചോദിക്കാം, ഷിംല, ഡാർജിലിംഗ് പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഹിമാചലിലാണെന്ന് അറിയണം. അതുപോലെ ഡൂണുകൾ എവിടെയാണ്? ശിവാലിക്കിലാണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് മുമ്പ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതൊന്ന് നന്നായി പഠിക്കാം. അപ്പൊ നമുക്കിനി പ്രധാനപ്പെട്ട ചുരങ്ങളൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഏത് UT അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണെന്ന് കൊടുത്തിട്ടുണ്ട്, ചുരത്തിന്റെ പേരും പിന്നെ അത് ഏതിനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ബനിഹൽ പാസ്, ബനിഹൽ ചുരം ഏത് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നത്? ജമ്മുവിനെയും ശ്രീനഗറിനെയും. അതുപോലെ പ്രശസ്തമായ ജവഹർ ടണൽ സ്ഥിതി ചെയ്യുന്നത് ബനിഹൽ പാസിലാണ്. ഇനി സോജില പാസ്, ശ്രീനഗറും ലേയും, ഇപ്പൊ കാശ്മീരും അതുപോലെ തന്നെ ലഡാക്കും അല്ലെ, ശ്രീനഗറും ലേയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഖർദുംഗ്ല പാസ്, ഖർദുംഗ്ല ചുരം ലേയും നുബ്ര വാലിയും. ഇനി ഖാരക്കോരം പാസ്, ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റവും ഉയർന്ന ചുരമാണ് ഖാരക്കോരം പാസ്. ഷിപ്കില ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ്. സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇതിലൂടെയാണ് കേട്ടോ. ഇനി റോഹ്താങ് പാസ്, കുളു ലാഹോൾ സ്പിതി താഴ്വര, കുളു ലാഹോൾ സ്പിതി താഴ്വരനെ കണക്ട് ചെയ്യുന്നതാണ്. അടൽ ടണൽ എവിടെയാണ്? റോഹ്താങ് പാസിലാണ്. ഇനി ബാരാലച്ച ചുരം, ബാരാലച്ച ല എന്ന് പറയും, അത് മണാലിനെയും ലേനെയും, മണാലി ലേ ഹൈവേ കടന്നു പോകുന്നത് ബാരാലച്ച പാസിലൂടെയാണ് കേട്ടോ. ഇനി ലിപുലേഖ് പാസ്, ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റിനെ കണക്ട് ചെയ്യുന്നതാണ്. കൈലാസ് മാനസരോവർ യാത്ര ഇതിലൂടെയാണ് കണക്ട് ചെയ്ത് പോകുന്നത്. ഇനി മാന പാസ്, മാന ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് തന്നെയാണ്. ഇന്ത്യ ചൈന അതിർത്തിയിലാണ് മാന പാസ് ഉള്ളത് കേട്ടോ. ഇനി നീതി പാസ്, നീതി ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റിനെ കണക്ട് ചെയ്യുന്നതാണ്. നാഥുല പാസ്, നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ്. പഴയ സിൽക്ക് റൂട്ട് ഈ ഒരു വഴിയിൽ കൂടെയായിരുന്നു പോയിരുന്നത്. ഇനി ജാലെപ്ല ചുരം ഏതിനെ കണക്ട് ചെയ്യുന്നത്? സിക്കിം ടിബറ്റിനെ. അതുപോലെ ബൊംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെ. പിന്നെ ദിഫു പാസ്, ദിഫു ചുരം ഇന്ത്യ ചൈന മ്യാൻമാർ അതിർത്തിയിൽ, ആ ഒരു ട്രൈ ജംഗ്ഷനിലാണ് ദിഫു പാസ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യാത്തൊരു പാസ്സാണ് ഖൈബർ പാസ്, ഖൈബർ ചുരം. അത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. പക്ഷെ അതിനെയാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം ഖൈബർ പാസ് ആണ്. അതുപോലെ തന്നെ ലിപുലേഖ് പറഞ്ഞല്ലോ, ലിപുലേഖ് ഇന്ത്യ ചൈന നേപ്പാൾ 3 രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ലിപുലേഖ് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കാം. ഇനി ഹിമാലയൻ നദികൾ. അപ്പം ഈ നദികൾ ഇറ്റ്സെൽഫ് ഒരു വലിയ ടോപ്പിക്കാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഈ ഒരു സെഷനിലേക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് SCERT എടുത്തിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയ ഏരിയാസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ ഇതല്ലാതെ ഇതിന്റെ പോഷക നദികളെ പറ്റിയും ഇതിന്റെ കോഴ്സിനെ പറ്റിയും ഒക്കെ നന്നായിട്ടൊന്ന് വായിച്ചിരിക്കണം. പ്രത്യേകിച്ചും നദികൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം ഹിമാലയൻ നദികളും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളും ഇത് രണ്ടും നല്ലപോലെ നോക്കേണ്ട ഒരു ഏരിയ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഏരിയ ആണ്. തൽക്കാലം നമുക്ക് വേഗത പറഞ്ഞു പോവാം. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട 3 ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇവർ തന്നെയാണ് പിന്നെ സമതലങ്ങൾ ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പം സിന്ധുവിന്റെ ഉദ്ഭവസ്ഥാനം ടിബറ്റിലെ മാനസരോവറിന് അടുത്തുള്ള ബോഖർചു ഹിമാനിയിലാണ് കേട്ടോ. അതുപോലെ പോഷക നദികൾ ഏതൊക്കെയാണ്? ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, ഷോഗ്, ഗിൽജിത്ത്. ഇതിന്റെയൊക്കെ എന്താ പറയാ അറേഞ്ച്മെന്റ് ചോദിക്കാറുണ്ട്. നോർത്ത് ടു സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ടു നോർത്ത് ഈ ഒരു ട്രിബ്യൂട്ടറികളുടെ ഈ പോഷക നദികളുടെ സ്ഥാനം എങ്ങനെയാണെന്നുള്ള ഓർഡറിൽ എഴുതാനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടെ മാപ്പൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, ഷോഗ്, ഗിൽഗിത്ത് ഇതാണ് സിന്ധുവിന്റെ പോഷക നദികൾ. ഇനി പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 1114 കിലോമീറ്റർ ആണ്. സിന്ധു നദി കരാർ ഒപ്പിട്ടത് 1960-ലാണ്. ഏത് 2 രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി, സിന്ധു നദി കരാർ ഒപ്പിട്ടത്. ഇനി ഗംഗ, ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനി ഭാഗീരഥി എന്ന പേരിലാണ്. അവിടെ നിന്നാണ് ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഉദ്ഭവസ്ഥാനം. പിന്നെ പോഷക നദികൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി, സോൻ, ഗോമതി, രാംഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. 2525 കിലോമീറ്റർ നീളമുണ്ട്. ഭഗീരഥിയും അലകനന്ദയും ദേവപ്രയാഗിൽ വെച്ച് ചേരുമ്പോഴാണ് ഗംഗയാകുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശില് പത്മ എന്ന പേരിലാണ് ഗംഗ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ബ്രഹ്മപുത്ര, ടിബറ്റിലെ മാനസരോവറിന് സമീപമുള്ള ചെമ്യങ്തങ് ഗ്ലേഷ്യർ, ചെമ്യങ്തങ് ഹിമാനി, അതിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ദിബാങ്, ലോഹിത്, സുബൻസിരി, മാനസ്, ടീസ്റ്റ, ധൻസിരി ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്.
ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ഏത്? ബ്രഹ്മപുത്ര. ടിബറ്റിൽ സാംപോ എന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ജമുന എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ടിബറ്റിലെ സാംപോ എന്നും ബംഗ്ലാദേശിലെ ജമുന എന്നും അറിയപ്പെടുന്ന നദിയാണ് ഏത്? ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപായ മജൂലി ഇതിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചില പോഷക നദികളുടെ കാര്യം കൂടെ പറയാം. അപ്പൊ യമുനയുടെ ഉദ്ഭവസ്ഥാനം യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡില് ഗംഗയുടെ പോഷക നദിയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഇനി ജലത്തിന്റെ എവിടെയാണ് ഉത്ഭവസ്ഥാനം? വേരിനാഗ് ഉറവ കശ്മീരില് ചെനാബിന്റെ ആണ് കേട്ടോ പോഷക നദി. ചെനാബിന്റെ, അതായത് ഇൻഡസിന്റെ പോഷക നദി ആയിട്ടുള്ള ചെനാബിന്റെ പോഷക നദിയാണ് ജലം. അപ്പം ബേസിക്കലി പറഞ്ഞ ഇൻഡസിന്റെ. ഇനി സത്ലജ്, അതും ഇൻഡസിന്റെ, സിന്ധുവിന്റെ ആണ്. രാക്ഷസ്ഥൽ തടാകത്തിലാണ് കേട്ടോ, രാക്ഷസ്ഥൽ ടിബറ്റ്. ഇനി കോസി നദി ടിബറ്റ് നേപ്പാൾ അതിർത്തിയിലാണ് ഉദ്ഭവസ്ഥാനം വരുന്നത്, ഗംഗയുടെ. അതുപോലെ കോസി നദീനെ അറിയപ്പെടുന്നതാണ് ബീഹാറിന്റെ ദുഃഖം. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. അടുത്തത് നമുക്ക് പ്ലെയിൻസ് നോക്കാം, സമതലങ്ങൾ അല്ലെ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. അപ്പൊ ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും അവയുടെ പോഷക നദികളും നിക്ഷേപിച്ച എക്കൽ മണ്ണ് കൊണ്ടാണ് ഈ സമതലം രൂപപ്പെട്ടത്. അപ്പൊ ഏത് മണ്ണാണ്? എക്കൽ മണ്ണ് കേട്ടോ. ഇനി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. 2400 കിലോമീറ്റർ നീളം, അതുപോലെ വീതി ഏകദേശം 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ് അതിന്റെ വീതി. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമാണിത്. ഏത്? നമ്മുടെ ഇന്ത്യയിലെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലം. അതുപോലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഭൂപ്രകൃതി മേഖലയും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് എവിടെയാണ്? ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിലാണ്. ഇത് ഒരു PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ ഫലഭൂയിഷ്ടമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. അപ്പൊ ഇതൊക്കെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിന്റെ ഫീച്ചേഴ്സ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കാം. ഭാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. ഇത് എന്താ സംഭവം എന്ന് അറിയോ? ഇവിടെ നിന്ന് ഇങ്ങനെ പുഴ ഒഴുകി വരുമല്ലോ, ഹിമാലയത്തിൽ നിന്ന് ഒറിജിൻ ചെയ്ത ആ പുഴ. അപ്പൊ അതൊക്കെ വന്ന് ഇവിടെ സമതലങ്ങളിൽ അവരുടെ ഡെപ്പോസിഷൻസ് ഒക്കെ നടത്തുമല്ലോ. അപ്പൊ അതിന്റെ ഒഴുക്കിനനുസരിച്ച് ഇവിടെ ഈ സമതലത്തിലെ പല ഭൂപ്രദേശങ്ങളും പല തരത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ ഭാബർ, ടെറായി, ഭംഗർ, ഖാദർ എന്നൊക്കെ പറയുന്ന സംഭവം. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ബാബർ നോക്കാം. ആദ്യം എന്താണ് ബാബർ? ശിവാലിക് കുന്നുകളുടെ തൊട്ട് താഴെ അടിവാരത്ത് കാണപ്പെടുന്നു. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന വലിയ കല്ലുകളും പാറക്കഷ്ണങ്ങളും നിറഞ്ഞ പ്രദേശം. അപ്പൊ ഈ ബാബർ എന്ന് പറഞ്ഞില്ലേ, ഇവിടുന്ന് ശിവാലിക് റേഞ്ചസ് നിന്ന് ഒഴുകി വരുന്ന നദികള് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വലിയ വലിയ കല്ലുകളും പാറക്കഷ്ണങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബാബർ. ഇനി ടെറായി പറഞ്ഞ എന്താണ്? ബാബർ മേഖലയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്നു. ബാബറിൽ വെച്ച് അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ വീണ്ടും ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ ഇങ്ങനെ കുറെ കല്ലും പാറയൊക്കെ ആയി കഴിയുമ്പം നദി ഇതിന്റെ അടിയിൽ കൂടെ ഒഴുകും. അപ്പൊ എന്ന് വെച്ചാൽ ഈ നദിയുടെ മുകളിൽ കുറെ പാറക്കഷ്ണങ്ങളും കല്ലും ഒക്കെ ആയിട്ട് അങ്ങനെ അധികം നദി കാണാൻ പറ്റില്ല. പിന്നെ അത് പ്രത്യക്ഷപ്പെടുന്നത് അതിന്റെ തൊട്ട് താഴെ ടെറായിലാണ്. അപ്പൊ ടെറായിൽ എന്ന് പറയുമ്പോൾ അധികം പാറയും കഷ്ണമൊന്നും ഉണ്ടാവില്ല. കുറെയൊക്കെ പുല്ലൊക്കെ വളർന്ന് കുറച്ച് എന്താ പറയാ, നമ്മളിങ്ങനെ ചതുപ്പ് പോലത്തെ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു റീജിയൻ ആണ് ടെറായി റീജിയൻ വരുന്നത്. അവിടെ കുറെ പുല്ലും ചെടികളും അങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ഈ ബാബറിൽ വെച്ചിട്ട് അപ്രത്യക്ഷമാകുന്ന പുഴ പിന്നെ വീണ്ടും പ്രത്യക്ഷമാകുന്നത് ടെറായി റീജിയനിൽ വെച്ചിട്ടാണ്. ഇനി ഭംഗർ എന്ന് പറഞ്ഞാൽ നദീതടങ്ങളിൽ നിന്നും ദൂരെയായി കാണപ്പെടുന്ന ഉയർന്ന സമതല പ്രദേശങ്ങൾ. വെള്ളപ്പൊക്കം സാധാരണയായി ബാധിക്കാത്ത മേഖലയാണിത്. വടക്കേ ഇന്ത്യൻ സമതലത്തിലെ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ പുഴ ഇങ്ങനെ വന്ന് പിന്നെ ഈ പുഴയുടെ തൊട്ട് അടുത്ത് കുറച്ച് അലൂവിയൽ ഡെപ്പോസിഷൻ ഉണ്ടാവും. അതിനെ ഖാദർ എന്നാ പറയാ. അതിന്റെയും കുറച്ച് ദൂരെയായിട്ട് അപ്പുറത്തുള്ളതാണ് ഭംഗർ. പഴയ അലൂവിയൽ സോയിലാണ് ഭംഗർ, പുതിയ അലൂവിയൽ സോയിലാണ് ഖാദർ. ഇനി ഖാദർ നദീതടങ്ങളോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങൾ. വർഷം തോറുമുള്ള വെള്ളപ്പൊക്കം കാരണം പുതിയ മണ്ണ് വന്നടിയുന്നു. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും ഫലഭൂയിഷ്ടമായ പുതിയ എക്കൽ മണ്ണ്, അതാണ് ഖാദർ കേട്ടോ. അപ്പൊ ഖാദർ പുതിയ എക്കൽ മണ്ണാണ്, ഭംഗർ പഴയ എക്കൽ മണ്ണാണ്. ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കോഡല്ല, ഇങ്ങനെ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. പുതിയാപ്ല ഖാദറിന്റെ പഴയ ഭംഗിയില്ലാത്ത നിക്കർ കാണാതായി എന്ന് വെച്ചാൽ പുതിയാപ്ല ഖാദർ, പുതിയ എക്കൽ മണ്ണ് ഏതാ? ഖാദർ, പുതിയാപ്ല ഖാദർ. അദ്ദേഹത്തിന്റെ എന്താണ്? പഴയ ഭംഗിയില്ലാത്ത നിക്കർ. പഴയ എക്കൽ മണ്ണ് ഏതാ? ഭംഗർ, ഭംഗിയില്ലാത്ത നിക്കർ.
അപ്പൊ ഞാനിത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, അതുപോലെ പഠിക്കുമ്പോൾ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കോഡുകൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ആ ഒരു സെൻസിൽ ഇത് എടുക്കണം കേട്ടോ. അങ്ങനെ ഇനി അടുത്തത് ഡെൽറ്റകൾ. ഡെൽറ്റകൾ എന്താണ്? സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയാണ് ഡെൽറ്റകൾ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. അപ്പൊ എന്താണ് ഡെൽറ്റകൾ? ഇവിടെ നിന്ന് ഈ ഒഴുകി വരുന്ന നദി അവസാനം പുഴയോടടുക്കാൻ വരുമ്പം, അല്ലെ, നദീമുഖത്ത് എത്തുമ്പോൾ അതാകെ എന്താവും? ഇങ്ങനെ ചെറിയ ചെറിയ കൈവഴികളായിട്ട് ഒരു ഡെൽറ്റ ഫാൻ പോലെയാവും. എക്കൽ വിശറി എന്ന് അതിനെ പറയാം. എക്കൽ വിശറി അതും മുൻപ് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്കൽ വിശറി എവിടെയാണുള്ളതെന്ന്. നദീമുഖങ്ങളിലാണ് അത് കൂടുതൽ കാണുക, പ്രത്യേകിച്ചും ഈ പ്ലെയിൻസ്, നമ്മുടെ സമതല പ്രദേശങ്ങളിൽ. അപ്പം അതിനെയാണ് ഡെൽറ്റ എന്ന് പറയാം. അതൊരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂരൂപമാണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓർത്തിരിക്കാൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി നദികളുടെ ഒഴുക്കുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഹിമാലയൻ നദികളുടെ ആ ഒരു ഒഴുക്കിനനുസരിച്ച് ഇതിനെ ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്ന് തരംതിരിച്ചിട്ടുണ്ട്. ഉപരിഘട്ടം എന്ന് പറയുമ്പോൾ അത് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഏരിയയിലുള്ള ഒഴുക്കാണ്. നല്ല ഫോഴ്സിലായിരിക്കും വരിക. V-ഷേപ്ഡ് വാലികളൊക്കെ കൂടുതൽ ഉണ്ടാവും അവിടെ. ഈ വാട്ടർഫോളുകളും വെള്ളച്ചാട്ടം അതൊക്കെ കൂടുതൽ ഉണ്ടാവുന്നത് ഈ ഒരു റീജിയനിലാണ്. ഉദ്ഭവസ്ഥാനം ഒക്കെ ഉപരിഘട്ടത്തിലാണ്. അതിനുശേഷം മധ്യഘട്ടത്തിൽ കുറച്ചും കൂടെ ഫോഴ്സ് കുറവായിരിക്കും. V-ഷേപ്ഡ് വാലിക്ക് പകരം U-ഷേപ്ഡ് വാലികളായിരിക്കും ഇവിടെ കൂടുതൽ കാണുക. പിന്നെ കുറച്ചീശൊക്കെ ഒന്ന് വളഞ്ഞു പുളഞ്ഞൊക്കെ ഒഴുകാൻ തുടങ്ങും. കുത്തനെയുള്ള ഒഴുക്ക് മാറി വളഞ്ഞു പുളഞ്ഞു ഒഴുകാൻ തുടങ്ങും. ഇനി കീഴ്ഘട്ടത്തിൽ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഭയങ്കര സ്ലോ ആയിരിക്കും. ഫോഴ്സും ഭയങ്കര സ്ലോ ആയിരിക്കും. നദീമുഖത്തേക്ക് എത്തുന്നതിനനുസരിച്ച് ഡെപ്പോസിഷൻസും കൂടും. അപ്പൊ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക, നദീമുഖം, ഉദ്ഭവസ്ഥാനം എവിടെയാണ്, ഏത് ഘട്ടത്തിലാണെന്നുള്ളത്. പിന്നെ ഇവിടെ മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും കാണപ്പെടുന്നത് കൂടുതലും മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലാണ്. ഉപരിഘട്ടത്തില് മിയാൻഡറുകളും ഓക്സ്ബോ ലേക്കുകളും ഉണ്ടാവില്ല. താരതമ്യേന ചെരിവ് കുറഞ്ഞതോ നേരിയ ചെരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ, അല്ലെ, ഇതിന്റെ കൂടെ ഇറോഷൻ നടന്നു വന്നിട്ട് അവിടെ ഡെപ്പോസിഷൻ നടന്നിരിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും? നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നദി വളഞ്ഞു പുളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒഴുകും. അങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുമ്പോൾ അതിനെ മിയാൻഡറുകൾ എന്ന് പറയും. ഇങ്ങനെ വളഞ്ഞൊഴുകുന്നതിന്. ഇനി വളഞ്ഞൊഴുകി കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? ഈ വളവ് അങ്ങോട്ട് മാറി ഇവിടെ വേറൊരു തടാകം പോലെയായിട്ട് ഈ നദി ഇങ്ങനെ കണക്ട് ചെയ്ത് നദി സെപ്പറേറ്റ് ആയിട്ട് ഒഴുകാൻ തുടങ്ങും. അങ്ങോട്ട് വളഞ്ഞപ്പം ഉണ്ടായ ആ ഒരു റീജിയനിൽ വെള്ളം കെട്ടി നിന്ന് അതൊരു തടാകം പോലെയാവും. അപ്പൊ അതിന്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞൊഴുകി വലയങ്ങൾ, മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തത് നമുക്കിനി പീഠഭൂമി നോക്കാം. പീഠഭൂമി എന്ന് പറഞ്ഞാൽ പെനിൻസുലർ പ്ലാറ്റ്യൂ. അപ്പം ഇവിടുത്തെ കുറച്ച് പ്രധാനപ്പെട്ട മലനിരകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, അതൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം കേട്ടോ. അപ്പൊ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? പീഠഭൂമി ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടില്ലേ, പീഠം എന്താണ്? 4 കാലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊന്തി ഒരു ഇരിക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു സംഭവം, അതിനാണ് പീഠം എന്ന് പറയാം, അല്ലെ. അപ്പൊ അതുപോലെ ഇങ്ങനെ ചുറ്റുപാടിൽ നിന്ന് കുറച്ചൊന്ന് പൊന്തി ഇങ്ങനെ ഒരു മേശ പോലെ, ഒരു ടേബിൾ ടോപ്പ് ഒക്കെ പോലെയുള്ള ഒരു സംഭവമാണ് ഈ പീഠഭൂമി എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ കുറച്ചിങ്ങനെ നിരപ്പായിട്ടുള്ള പ്രദേശമായിരിക്കും. മൗണ്ടൻ ആണോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹില്ലിയാണ്, കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന സംഭവമാണ്. പക്ഷെ അതിന്റെ മുകളിൽ കുറച്ച് പരന്ന പോലെ ആയിരിക്കും. അപ്പൊ അതിനെയാണ് പീഠഭൂമികൾ എന്ന് പറയാം. പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികളുണ്ട്, ഇന്റർ മൗണ്ടെയിൻ പ്ലേറ്റ്യൂ എന്ന് പറയും. ഇനി അതല്ലാതെ വേറൊരു തരത്തിലുള്ള പ്ലേറ്റ്യൂ ആണ് പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, പീഡ്മോണ്ട് പ്ലാറ്റ്യൂ എന്ന് പറയും. പിന്നെ വൻകര പീഠഭൂമികൾ, കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ. അങ്ങനെ 3 തരത്തിലുള്ള പ്ലാറ്റ്യൂസ് ആണ് ഇന്ത്യയിലുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പീഠഭൂമിയാണ് ഇത് ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഘട്ടത്തിന്റെയും ഇടയിലായിട്ട്, സത്പുര വിന്ധ്യ റേഞ്ചസിന്റെ ഇടയിലായിട്ട് ഇവിടെ ഉള്ളതാണ് ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു.
തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേരുണ്ടായത്. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇനി ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മുമ്പ് ഒരു ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളാണ് ഡക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അപ്പൊ ഡക്കാൻ പീഠഭൂമിയിൽ കൂടുതലും നമുക്ക് ആഗ്നേയ ശിലകളാണല്ലേ കാണാൻ പറ്റുക, ഇഗ്നിയസ് റോക്സ് ആണ്. കാരണം ലാവ ഒഴുകി പരന്നുണ്ടായിട്ടുള്ള ആ ഒരു റോക്കുകളിൽ അതിൽ നിന്നുള്ള രൂപശിലകളിലാണ് ഈ ഒരു പീഠഭൂമി രൂപം കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഡക്കാൻ ട്രാപ്പ്. അതുപോലെ അവിടുത്തെ ആ ഒരു ഈ പറഞ്ഞ ബസാൾട്ട് എന്ന് പറയുന്ന ശിലകൾ ഉണ്ടല്ലോ, അതിന് അപക്ഷയം സംഭവിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന സോയിലാണ് റിഗർ സോയിൽ. റിഗർ മണ്ണ് ഒരു തരത്തിലുള്ള കറുത്ത മണ്ണാണ്. അപ്പൊ റിഗർ സോയിലാണ് ഈ ഒരു ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ആൻഡ് ഈ ഒരു കറുത്ത മണ്ണ് ശരിക്കും കോട്ടൺ കൾട്ടിവേഷന് ഭയങ്കര ഉപകാരപ്രദമുള്ളതാണ്. കോട്ടൺ മറ്റേ പരുത്തി കൃഷിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും പറയാറുണ്ട് കേട്ടോ. കറുത്ത പരുത്തി മണ്ണെന്നും ഇതിന് പേരുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയിട്ടും അതുപോലെ ഈസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. അപ്പൊ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായ പേര്. അപ്പൊ ഇവിടെ തൊട്ട് തെക്ക് കന്യാകുമാരി മുതൽ ഇവിടം വരെ, ഗുജറാത്ത് വരെ ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികാണിത്. പിന്നെ വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഇതിന്റെ ഉയരം കൂടി വരുന്നു. അതായത് വടക്ക് നിന്നും തെക്കോട്ടേക്ക് വരുമ്പം, മുകളിൽ നിന്നും താഴേക്ക് വരുമ്പം ഇതിന്റെ ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ആനമുടി എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമലയിലാണ്, പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഉപദ്വീപീയ റീജിയൻ ഉണ്ടല്ലോ, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. ഇനി അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിൽസിനെ പറ്റി, ഈസ്റ്റേൺ ഗട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട മലകൾ ഏതൊക്കെയാണ്? ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ് പൂർവ്വഘട്ടത്തിന്റെ ആകെ നീളം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീര സമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടി കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? ഇവിടെ നീലഗിരി കുന്നുകളിൽ കേട്ടോ. നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടെ കൂട്ടിമുട്ടുന്നത്, സംഗമിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്ലേറ്റു റീജിയൻ ആണ് മധ്യ ഉന്നത തടം. അതായത് ഇവിടെ മൽവ പ്ലേറ്റു എന്ന് കാണുന്നില്ല, ഈ ഒരു ഏരിയനെയാണ് നമ്മൾ മധ്യ ഉന്നത തടം എന്ന് പറയാം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യോന്നത തടം. മൽവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതമാണ്. അപ്പുറത്തെ മാപ്പിൽ നോക്കാം, വിദ്യ സത്പുര റേഞ്ചസിന്റെയും അതുപോലെ ആരവല്ലിന്റെയും നടുക്ക് കിടക്കുന്ന ഈ ഒരു റീജിയൻ ആണ് മൽവ പീഠഭൂമി അഥവാ മധ്യ ഉന്നത തടം. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കുപർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി നിര. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി വെച്ചോട്ടോ. അതായത് ഇതിങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് PBQല് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ റെസിജ്വൽ മൗണ്ടെയിൻസിന് ഉദാഹരണം ആണെന്നുള്ളത്. അതുപോലെ പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി നിരയിലാണ്. അപ്പൊ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി നിരയിലാണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ഏതാണ്? മൗണ്ട് അബു ആണ്. ഇനി അടുത്തത് ചോട്ടാനാഗ്പൂർ പ്ലാറ്റു ആണ് കേട്ടോ. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഇത് ചോട്ടാനാഗ്പൂർ പ്ലാറ്റു. ചോട്ടാനാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചോട്ടാനാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ഒരുപാട് മിനറൽസ് അവിടെ ഉള്ളതാണ്. ഒരുപാട് മിനറൽസ് ഉള്ള, അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയാ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ചോട്ടാനാഗ്പൂർ എന്ന് പറയുന്നത്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പുകല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ധാതുഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇനി നീലഗിരി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ്? നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സും അതുപോലെ തന്നെ ഈസ്റ്റേൺ ഗട്ട്സും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം, അതാണ് നീലഗിരി കുന്നുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഇവിടെ നോക്കാനുള്ളതെന്ന് പറഞ്ഞാല് ഇവിടെ ഊട്ടി ഉദകമണ്ഡലം, അതായത് കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏരിയ ഊട്ടിയാണ്. ഉദകമണ്ഡലം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുപോലെ പിന്നെ ഇത് ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതായിരുന്നു?
നീലഗിരിയാണ്. ഇത് രണ്ടുമാണ് അവിടെ പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഇത് പിന്നെ ഓരോ പീഠഭൂമിയും അവിടെ എന്തൊക്കെ ധാതുക്കൾ പ്രധാനമായിട്ടുണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ PDF ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതിൽ ഓരോന്നിലും പറയുന്നുണ്ട്. ഇപ്പൊ വടക്കിഴക്കൻ പീഠഭൂമിയിലാണെങ്കിൽ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ് അതൊക്കെയാണ് ഖനനം ചെയ്യുന്നത്. മധ്യമേഖലയിലാണെങ്കിൽ കൂടുതലും കാണപ്പെടുന്നത് ഏതാണ്? മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, കൽക്കരി അതൊക്കെയാണ്. ദക്ഷിണ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ്. തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഏതാണ്? ഇരുമ്പയിര്, കളിമണ്ണ്. വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ രാജസ്ഥാൻ ആ ഒരു റീജിയനിൽ എന്താണ് ഏറ്റവും കൂടുതൽ? ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാണ് കാണപ്പെടുന്നത്. ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം. ഇനി അടുത്തത് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? നമ്മുടെ കാവേരി, കൃഷ്ണ, ഗോദാവരി, താപ്തി, മഹാനദി അതൊക്കെയാണ് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട SCERT കൊടുത്തിട്ടുള്ള നദികളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതും നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കുറച്ച് വാസ്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിക്കുക എക്സാമിന് മുമ്പ്. അപ്പൊ മഹാനദി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? റായ്പൂരിലെ സിഹാവയിലാണ്, ഛത്തീസ്ഗഡ് റീജിയനിൽ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഇബും ടെല്ലും. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഇനി ഗോദാവരി നാസിക്കിലാണ് ഉദ്ഭവിക്കുന്നത്, മഹാരാഷ്ട്രയിലെ. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി ഒക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് റീജിയനിൽ കൂടിയാണ് ഒഴുകുന്നത്. ഇനി കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലാണ് ഉദ്ഭവം. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? തുംഗഭദ്ര, ഭീമ, കൊയ്ന. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്. കാവേരി എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മഗിരി കുന്നുകളിലാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, അമരാവതി ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇനി കർണാടകം, തമിഴ്നാട്, കേരളം റീജിയണിൽ കൂടെ ഇത് ഒഴുകുന്നുണ്ട്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നു. അപ്പൊ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരി. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്ത്. അത് ഓർത്തിരിക്കാം. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 പ്രധാനപ്പെട്ട നദികളാണ് നമുക്കുള്ളത്, നർമ്മദയും താപ്തിയും. അതിൽ നർമ്മദയുടെ ഉദ്ഭവം അമർഖണ്ഡക് റീജിയണിൽ നിന്നാണ്, മധ്യപ്രദേശ്. താപ്തി മുൽത്തായ് റീജിയൻസ്, മധ്യപ്രദേശിലെ തന്നെ മുൽത്തായ് റീജിയൻസിലാണ് താപ്തി ഉദ്ഭവിക്കുന്നത്. നർമ്മദയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരൺ, ബഞ്ചാർ. പിന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് വഴിയാണ് നർമ്മദ ഒഴുകുന്നത്. പൂർണ്ണ, ഗിർണ ഏതിന്റെ പോഷക നദികളാണ്? താപ്തിയുടെയാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ മേഖലകളിലൂടെയാണ് അത് ഒഴുകുന്നത് കേട്ടോ. ഇനി പ്രധാനപ്പെട്ട നദീതട പദ്ധതി, ഇതും SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് മാത്രമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതില് ഹിരാക്കുഡ് ഡാം ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. സംസ്ഥാനം ഒഡീഷ. അതുപോലെ തുംഗഭദ്ര നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. കർണാടക റീജിയണൽ, കർണാടക സ്റ്റേറ്റിലാണ് അതുള്ളത്. ഇനി സർദാർ സരോവർ ഡാം നർമ്മദയിലാണ്, ഗുജറാത്തില്. കൃഷ്ണരാജ സാഗർ കാവേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, കർണാടകത്തില്. നിസാം സാഗർ ഗോദാവരി നദിയിലാണ്, ആന്ധ്രാപ്രദേശ്. ഇനി ഈ ഒരു റീജിയനിൽ കാണുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് ഏതൊക്കെയാണ്? ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്. ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവ പീഠഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റിഗർ സോയിൽ. അപ്പൊ അവിടുത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ചു രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. അപ്പൊ ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് എന്ത്? കറുത്ത മണ്ണ്. ഇനി ചെമ്മണ്ണ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തര ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാവുന്നത്. അപ്പൊ കായാന്തര ശിലകൾ എന്താണ്? മെറ്റമോർഫിക് റോക്സ്. കറുത്ത മണ്ണ് ഉണ്ടാവുന്നത് ഇഗ്നിയസ് റോക്സ്, ആഗ്നേയ ശിലകൾക്ക്. ആ ലാവയൊക്കെ തണുത്തുറഞ്ഞുണ്ടാവുന്ന ആഗ്നേയ ശിലകള് പൊടിഞ്ഞിട്ടാണല്ലോ കറുത്ത മണ്ണാവുന്നത്. ഇവിടെ കായാന്തര ശിലകളാണ്, മെറ്റമോർഫിക് റോക്സിന് അപക്ഷയം സംഭവിച്ചിട്ടാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. ഇനി ചെമ്മണ്ണെന്ന് വിളിക്കുമെങ്കിലും അതിന്റെ നിറം എന്താണ്? തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് അത് കാണപ്പെടുന്നത്. ഇനി ഇത് റെഡ് കളറായിട്ട്, ചുവപ്പ് നിറമായിട്ട് കാണാൻ കാരണം എന്താണ്? ഇരുമ്പിന്റെ സാന്നിധ്യം. അപ്പൊ ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം. അടുത്തത് ലാറ്ററൈറ്റ് സോയിൽ, ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ലാറ്ററൈറ്റ് മണ്ണ് ഉണ്ടാവുക. കാരണം ലീച്ചിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് അവിടെ നടക്കും. അതെന്താന്ന് വെച്ചാൽ കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഈ പറഞ്ഞ ഊർനിറങ്ങൽ പ്രക്രിയ ഉണ്ടല്ലോ, അതിനാണ് ലീച്ചിങ് എന്ന് പറയാം. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ,
വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പിന്നെ ഇത് അത്ര ഫെർട്ടൈൽ അല്ല, ഫലപുഷ്ടി കുറഞ്ഞ ഒരു മണ്ണിനാണിത്. പക്ഷെ വളപ്രയോഗത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ട് ഇത് വൻതോതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി പർവ്വത മണ്ണ്, മൗണ്ടെയിൻ സോയിൽ. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉപോഷ്ണ മേഖല, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വതമണ്ണ് അനുയോജ്യമാണ്. ഇനി അടുത്തത് നമുക്ക് മരുഭൂമികളിലേക്ക് പോകട്ടോ. മരുഭൂമികളിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 തരം മരുഭൂമികളാണുള്ളത്. ഉഷ്ണ മരുഭൂമി, ഹോട്ട് ഡെസേർട്ട്, നമ്മുടെ ഥാർ ഡെസേർട്ട് ഒക്കെ പോലെ. പിന്നെ ശീത മരുഭൂമി, ഏതാണ്? നമ്മുടെ ലഡാക്ക് റീജിയൺ ഒക്കെ പോലെ. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് ഇത്? താർ മരുഭൂമി കേട്ടോ. പ്രധാനമായിട്ട് അത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ മരുഭൂമികളിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്, മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? താർ മരുഭൂമിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഏക പ്രധാന നദിയാണ് ഇത്? ലൂണി റിവർ. അതെന്താന്ന് വെച്ചാൽ ഈ താർ മരുഭൂമിയിലൂടെ ഒഴുകി എവിടെ എത്തും? റൺ ഓഫ് കച്ചിൽ എത്തും. റൺ ഓഫ് കച്ചിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണാണ്ടിയാവും. അപ്പൊ അത് റൺ ഓഫ് കച്ചിൽ എത്തിയിട്ട് അപ്രത്യക്ഷമാകുന്നു. ഇനി താർ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേശീയോദ്യാനമാണ് ഇത്? ഡെസേർട്ട് നാഷണൽ പാർക്ക്. അത് രാജസ്ഥാനിലെ ജയ്സൽമീറിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അടുത്തത് കോൾഡ് ഡെസേർട്ട്, ലഡാക്ക്. അപ്പൊ ലഡാക്ക് ആണ് ഇന്ത്യയിലെ ഏക ശീത മരുഭൂമി, കോൾഡ് ഡെസേർട്ട്. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ്, നമുക്കറിയാം അല്ലെ. ഇനി എന്തുകൊണ്ടാണ് ഇതിന് ഡെസേർട്ട് എന്ന് പറയുന്നത്? മരുഭൂമി എങ്ങനെയാവുക അല്ലെ? അപ്പം ഡെസേർട്ട് ആവാൻ കാരണം എന്ന് പറഞ്ഞാല് മഴയില്ലാത്ത സ്ഥലങ്ങളെയാണ് നമ്മൾ മരുഭൂമി എന്ന് പറയാം. ഇവിടെ ലഡാക്ക് ഇങ്ങനെ ഒരു മൗണ്ടെയിൻ റീജിയൺ അല്ലേ. ഈ ഒരു മൗണ്ടെയിൻ റീജിയണിൽ ഇങ്ങനെ മേഘങ്ങളൊക്കെ വന്ന് ഇവിടെ ഈ ഒരു സൈഡിൽ വന്ന് തട്ടി നിന്ന് ഈ സൈഡിൽ മഴ പെയ്യും അല്ലെ. ഇങ്ങോട്ടേക്ക് മഴ കിട്ടും. പിന്നെ ഈ മേഘങ്ങളൊക്കെ ഇവിടെ വന്ന് തട്ടി നിൽക്കുകയാണല്ലോ, അപ്പുറത്തേക്ക് പോകുന്നില്ലല്ലോ. ഇപ്പുറത്തെ ഈ മൗണ്ടെയിന്റെ ഇപ്പുറത്തെ സൈഡിൽ എന്താ? മഴയില്ല. അപ്പൊ ഇവിടെ മഴ ഇല്ലാത്ത ഈ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്, റെയിൻ ഷാഡോ ഏരിയ. അപ്പം ഈ മഴനിഴൽ പ്രദേശമാണ് ഇവിടെ ഈ പറയുന്ന ലഡാക്ക് കോൾഡ് ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്, ഈ ഒരു ഏരിയയിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രദേശം ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ മരുഭൂമി, മഴയില്ലാത്ത സ്ഥലമായിട്ട് പറയുന്നത്. ഇനി ഇതിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? സിന്ധു നദിയാണ്. അതുപോലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായിട്ടുള്ള ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് കേട്ടോ. അപ്പൊ അത്രയും ഓർത്തിരിക്കാം. ഇനി താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിലൊക്കെ വരികയാണെങ്കിൽ. അപ്പൊ കിഴക്ക് ആരാവല്ലി നിരകളുണ്ട്, അതുപോലെ തെക്ക് റാൻ ഓഫ് കച്ച് ആണ്, പടിഞ്ഞാറ് സിന്ധു നദീതടം, വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം താർ മരുഭൂമിയുടെ കേട്ടോ. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട നദി നമ്മൾ പറഞ്ഞില്ലേ, ലൂണി നദി. അജ്മീറിനടുത്ത് ആരാവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉദ്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ഉപ്പ് നദി എന്ന അർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. ഇനി അടുത്തത് ഈ മരുഭൂമി പ്രദേശത്ത് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത് അപവഹനം വഴി, അതായത് നമ്മുടെ കാറ്റിന്റെ സ്പീഡ് ഭയങ്കര, അല്ലെങ്കിൽ കാറ്റിന്റെ ഒരു ഇത് കൂടുമ്പോൾ ഭയങ്കര ഫോഴ്സിൽ പോകുമ്പോൾ എന്തുണ്ടാവും? ഇവിടുന്ന് മണലൊക്കെ അത് പോകുന്ന വഴിക്ക് കുറച്ച് മണൽ കൊണ്ടുപോകും. അപ്പം ഇവിടുന്ന് ഇറോഡ് ചെയ്ത് പോവല്ലേ ചെയ്യുന്നത്. ഇവിടുന്ന് മണലിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഈ കാറ്റിന്റെ ഗതിയും അതുപോലെ തന്നെ ഇതും മാറുന്നതിനനുസരിച്ച്, വേഗതയൊക്കെ മാറുന്നതിനനുസരിച്ച് വേറെ എവിടെയെങ്കിലും എത്തിക്കഴിയുമ്പം ഇവിടുന്ന് കൊണ്ടുപോയ മണലിനെ വേറെ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ഇറോഷനും ഡെപ്പോസിഷനും വഴി ഒരുപാട് ഭൂരൂപങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ അപവഹനം വഴി ഉണ്ടാവുന്ന ഭൂരൂപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അപവഹന ഗർത്തങ്ങൾ, കണ്ടു ഇങ്ങനെ കുഴി പോലെ, അതുപോലെ ഗുഹകൾ, കൂൺശിലകൾ, മണൽമേടുകൾ, ഇതൊക്കെ അപവഹനം വഴി ഉണ്ടാവുന്നതാണ്. ഇനി കൊണ്ടുപോയ മണലുകളൊക്കെ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യലോ, അങ്ങനെ ഉണ്ടാവുന്നതാണ് മണൽമേടുകൾ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് ബർക്കൻസ്, പാരബോളിക് മണൽമേടുകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ. ഇതൊക്കെ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇനി ഇവിടുത്തെ മണ്ണിനം എന്താണ്? വരണ്ട മണ്ണ്, അരിഡ് സോയിൽ എന്ന് പറയും മരുഭൂമി മണ്ണിന്. അപ്പൊ ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ മണൽ പരപ്പുകളാണ്. പക്ഷെ ചിലയിടങ്ങളിൽ എന്താണ്? മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനെ വരണ്ട മണ്ണ് എന്നാണ് ഈ ഒരു മണ്ണിനത്തിന് അറിയപ്പെടുന്നത്. എന്തൊക്കെ നിറത്തിലാണ്? തവിട്ട് നിറത്തിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. അപ്പം ഇവിടുത്തെ ലവണാംശം, അതുകൊണ്ട് ഇതിൽ ലവണാംശം എന്ന് പറഞ്ഞാൽ ഒരു സോൾട്ട് അല്ലെ, സോൾട്ടിന്റെ ആ ഒരു പ്രസൻസ് അതിവിടെ ഭയങ്കര കൂടുതലാണ് ഈ മണ്ണിൽ.
ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നനവ് കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിന് ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സസ്യജാലങ്ങൾ. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മുൾച്ചെടികൾ പോലത്തെയാണ് ധാരാളമായിട്ട് ഉണ്ടാവുക. അതുപോലെ വാക്സി ടെക്സ്ചറുള്ള, ഇങ്ങനെ ഒരു വാക്സ് പോലത്തെ ടെക്സ്ചറുള്ള സംഭവങ്ങളാണ് അവിടുത്തെ കൂടുതൽ ചെടികളിലും കാണപ്പെടുന്നത്. നമ്മൾ കാക്ടസ് ഒക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ. അപ്പൊ അതുകൊണ്ട് മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്ത ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായിട്ടുള്ള കള്ളിമുൾ ചെടികളെ നമ്മൾ കാണുന്നില്ലേ ഈ ചിത്രത്തിൽ. ഓക്കെ, അപ്പൊ അത് ആ ഒരു ടൈപ്പ് ഓഫ് ചെടികളാണ് ഇവിടെ ഉണ്ടാവുക, മരുഭൂമിയിൽ ഉണ്ടാവുക. അതെന്തുകൊണ്ടാ മുള്ളുകൾ എന്ന് വെച്ചാൽ ഈ ഇലകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ആവിയായി പോകുമല്ലോ, ട്രാൻസ്പിരേഷൻ, അത് കുറയ്ക്കാനാണ് ഇങ്ങനെ മുള്ളുകളായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വെള്ളത്തിന്റെ അംശത്തിന് അതിൽ ചെടികൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പൊ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഥാർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ പ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. ഇനി ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി, ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. രാജസ്ഥാനിലെ ഈ ഥാർ മരുഭൂമിയിലുള്ള ഇറിഗേഷന് വേണ്ടിയിട്ട്, അവിടുത്തെ ജലസേചനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. ഇനി അടുത്തത് ഇന്ത്യയിലെ തീരസമതലങ്ങളാണ് കേട്ടോ, കോസ്റ്റൽ പ്ലെയിൻസ്. അപ്പൊ പ്രധാനമായിട്ടും 2 തീരസമതലങ്ങളാണ് നമുക്കുള്ളത്, പടിഞ്ഞാറൻ തീരസമതലവും അതുപോലെ കിഴക്കൻ തീരസമതലവും. അപ്പൊ ഇതൊന്ന് നോക്കിയാൽ പടിഞ്ഞാറൻ തീരസമതലം കമ്പാരിറ്റീവ്ലി തിന്നാണ് അല്ലെ, വീതി കുറവാണ്. വീതി കൂടുതൽ ഏതാണ്? കിഴക്കൻ തീരസമതലാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റിലൊക്കെ ചിലപ്പോൾ വരാം, അത് ഓർത്തിരിക്കുക. ഇനി ഈ പടിഞ്ഞാറൻ തീരസമതലത്തിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഈസ്റ്റ് കോസ്റ്റിനെ വടക്കൻ സർക്കാർ തീരം എന്നും കൊറമാൻഡൽ തീരം എന്നും തിരിച്ചിട്ടുണ്ട്. ഈ കൊറമാൻഡൽ തീരം പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഏത് സംസ്ഥാനങ്ങളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനങ്ങളൊക്കെയാണ് കൊറമാൻഡൽ തീരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാ? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഒക്കെയാണ് അവിടെ വരിക. ഇനി ഈ തീരങ്ങളെ നമ്മൾ ഉയർത്തപ്പെട്ട തീരങ്ങളെന്നും അതുപോലെ തന്നെ താഴ്ത്തപ്പെട്ട തീരങ്ങളെന്നും തരംതിരിച്ചിട്ടുണ്ട്, എമേർജ്ഡ് കോസ്റ്റും സബ്മേർജ്ഡ് കോസ്റ്റും. അതെങ്ങനെയാണെന്ന് നോക്കാവേ. തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം, അപ്ലിഫ്റ്റ്മെന്റ് പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ. അപ്പൊ കടൽ പിൻവാങ്ങുമ്പോൾ രൂപപ്പെടുന്ന, ഇങ്ങനെ കുറച്ച് ഉയർന്ന് കാണപ്പെടുന്നത്, അതാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ. ഇനി അവതലനം, സബ്സിഡൻസ് പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്രജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെടുന്ന തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ. അപ്പൊ ഇവിടെ സബ്മേർജ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം എത്ര കിലോമീറ്റർ? 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. അപ്പൊ ഏകദേശം 10 മുതൽ 15 കിലോമീറ്റർ വീതിയുണ്ട്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ നീളമുണ്ട്. ഇതൊരു സബ്മേർജ്ഡ് കോസ്റ്റ് ആണ് അല്ലെ, താഴ്ത്തപ്പെട്ട തീരമാണ് കേട്ടോ. ഇനി ഗുജറാത്ത് തീരസമതലം റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളിലെ തീരപ്രദേശങ്ങളും ദമൻ, ദിയു, ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം എന്ന് ഓർക്കുക. പിന്നെ അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അലാങ് കടൽ തീരം. അലാങ് കടൽ തീരത്തിനാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അലാങ് കടൽ തീരം, അതുപോലെ തന്നെ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും ഒക്കെ എവിടെയാണുള്ളത്? ഈ ഒരു തീരസമതലത്തിന്റെ ഭാഗത്താണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കൊങ്കൺ തീരം, ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ്. ഏകദേശം 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. പിന്നെ പശ്ചിമഘട്ടത്തിന്റെ കൂടെ പാരലൽ ആയിട്ട് പോകുന്നത് കൊണ്ട് അവിടെ ഭയങ്കര ഇടുങ്ങിയ ഒരു തീരസമതലമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടെ കൂടുതലും മണൽ നിറഞ്ഞ തീരങ്ങളാണ് ഉണ്ടാവുക, സാൻഡി കോസ്റ്റും പിന്നെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരം, റോക്കി കോസ്റ്റുകളും, പിന്നെ ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നു. ഇനി മലബാർ തീരം, മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഇവിടെ. ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന എന്തൊക്കെയാണ്? ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങിയ ഭൂരൂപങ്ങളൊക്കെ കൂടുതലായിട്ടും ഇവിടെ കാണാം. നാഷണൽ വാട്ടർവേ 3 അതെവിടെയാണ്? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്. അങ്ങനെ ആയിരുന്നു, ഇപ്പം കോഴിക്കോടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോട് വരെ ഉണ്ട് കേട്ടോ, അപ്പൊ അത് ഓർത്തിരിക്കാം.
ഇനി കൊറമാൻഡൽ തീരം, കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണിത്. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. അവിടെ പിന്നെ ഡെൽറ്റ എക്കൽമണ്ണാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്, നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ മറീന ബീച്ചും ഇവിടെയാണുള്ളത്, കൊറമാൻഡൽ കോസ്റ്റ്. ചെന്നൈയിലാണ് മറീന ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഐലൻഡുകൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രധാനപ്പെട്ട 2 ഐലൻഡുകൾ ഏതൊക്കെയാണ്? ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളും. അപ്പൊ ലക്ഷദ്വീപ് നോക്കാം. കേരള തീരത്ത് നിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ട ഐലൻഡ് ഏതാണ്? ലക്ഷദ്വീപാണ് കേട്ടോ. ഇനി ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി ദ്വീപാണ്. കവരത്തിയാണ് തലസ്ഥാനം. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിൽ ഏറ്റവും വലുത്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ. അപ്പം ഈ ഫാക്ട്സ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടതാണ്. 36 ദ്വീപുകൾ ഉണ്ട്. അതിൽ 10 മാത്രമാണ് ജനവാസമുള്ളത്. അതുപോലെ കവരത്തിയാണ് ക്യാപിറ്റല്. ആന്ത്രോത്ത് ദ്വീപാണ് ഏറ്റവും വലുത്. പിന്നെ ലഗൂണുകളും ബീച്ചുകളും പവിഴജന്യ മണലുള്ള ബീച്ചുകളൊക്കെ അവിടുത്തെ പ്രധാന സവിശേഷതകളാണ്. ഇനി അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. മറ്റേത് ഏതാണ്? പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടത് ലക്ഷദ്വീപ്. അഗ്നിപർവ്വതജന്യമായിട്ടുള്ള ദ്വീപുകൾ ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അതുപോലെ ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ, 10 ഡിഗ്രി ചാനലാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ആകെ ഇപ്പം ഇന്ത്യയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അഗ്നിപർവ്വതം ഉള്ളത് എവിടെയാണ്? ബാരൻ ദ്വീപിലാണ്. ഇനി ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകൾ ഉള്ളതിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പോർട്ട് ബ്ലെയർ, ക്യാപിറ്റല്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 ഉണ്ടായ സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി. അപ്പൊ അത് ഓർത്തിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ 10 ഡിഗ്രി ചാനൽ കേട്ടോ, അത് വീണ്ടും കാണുകയാണ്. ഇനി തീരസമതലങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭൂസവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിഫ്, സമുദ്രഗുഹ, സമുദ്രകമാനം, സമുദ്രസ്തംഭം തുടങ്ങിയവയാണ്. അപ്പൊ സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ. ഇങ്ങനെ തിരമാലകൾ വന്ന് ഇടിച്ചിടിച്ച് ഇവിടെ സ്റ്റീപ്പായിട്ട് പോകും ഈ കരഭാഗം. ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു കരഭാഗത്തിനെയാണ് നമ്മൾ ക്ലിഫുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്രഗുഹകളായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ സമുദ്രഗുഹ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ തിരമാലകൾ വന്ന് അടിച്ചടിച്ച് അവിടെ ഇങ്ങനെ ചെറിയ ദ്വാരങ്ങൾ പോലെ വരും. അങ്ങനെ അത് ക്രമേണ എന്താവും? വലുതായിട്ട് ഒരു ഗുഹ പോലെയായിട്ട് രൂപപ്പെടും. ഇനി സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്രഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം. ദാ ഇവിടെ ഇങ്ങനെ കൊടുത്ത പോലെ ഒരു കവാടമൊക്കെ ഉള്ള പോലെ ഇങ്ങനെ സമുദ്ര കമാനം എന്നായിട്ട് പറയുന്നത് ഇങ്ങനൊരു ഇങ്ങനൊരു ഫീച്ചറിനെയാണ്. ഇനി സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്തു നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്രസ്തംഭങ്ങൾ. ദാ ഈ കൊടുത്തിട്ടുള്ള പോലെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേറൊരു തൂണ് പോലെ നിൽക്കും. അതിനാണ് സമുദ്രസ്തംഭം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപണമാണ് ബീച്ചുകൾ. അപ്പൊ എന്താണ് ബീച്ചുകൾ എന്ന് ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ ഡെപ്പോസിഷൻ കാരണം ഉണ്ടാവുന്ന ആ ഒരു ചെറിയ ഏരിയയാണ് ബീച്ചുകൾ എന്ന് പറയപ്പെടുന്നത് കേട്ടോ. ഇനി പൊഴികൾ എന്താണ്? കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽ തിട്ടകളാണ് പൊഴികൾ.
കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് മണൽ നാക്കുകൾ, സ്പിറ്റ്. അപ്പൊ ഇതാണ് പൊഴികൾ, ദേ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനെയാണ് മണൽ നാക്ക് എന്ന് പറയുന്നത്, സ്പിറ്റ്. ദാ ഇങ്ങനെ കയറി നിൽക്കുന്നതിന്. ഇനി കണ്ടൽക്കാടുകൾ, ഒന്ന് രണ്ട് പേപ്പറിലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പ് സസ്യങ്ങളാണ് കണ്ടലുകൾ. അതായത് ഉപ്പുജലത്തിലാണ് ഇത് വളരുക. അതാണ് ലവണജല ചതുപ്പ് സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ റീജൺ, സുന്ദർബൻ കണ്ടൽക്കാടുകളാണ് ഏറ്റവും വലിയ കണ്ടൽക്കാട് കേട്ടോ ഇന്ത്യയിലെ. അതുപോലെ തന്നെ അവിടെ എന്താണ്, വിവിധയിനം മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ് ഈ കണ്ടലുകൾ. പിന്നെ ഒരുപാട് ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ്. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂലൈ 26 കേട്ടോ. ഇനി കോസ്റ്റൽ റീജിയണിലെ മണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. പിന്നെ ഇത് ഓരോ തീരപ്രദേശത്ത് കാണുന്ന മണ്ണിനം ഏതാണെന്നുള്ളതാണ്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്കൽ മണ്ണുണ്ട്, അതുപോലെ വരണ്ട മണ്ണ്, അരിഡ് സോയിൽ, രാജസ്ഥാൻ, ഗുജറാത്ത് ആ ഒരു റീജിയനിലാണ്. കറുത്ത മണ്ണ് പീഠഭൂമിയിൽ. ഇനി വനമണ്ണ്, ഫോറസ്റ്റ് സോയിൽ, ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, മഞ്ഞമണ്ണ്, ഉത്തരേന്ത്യൻ സമതലം. ഇവിടെ ഹിമാലയൻ റീജിയൻസിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലാണ് വനമണ്ണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇനി മൺസൂൺ കാറ്റുകൾ. ഇന്ത്യയിലെ നമ്മൾ പറഞ്ഞല്ലോ ഉപദ്വീപീയ പീഠഭൂമിയിലെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് പൊതുവെ പറയാം. ഇന്ത്യയിൽ തന്നെ നമ്മൾ മൺസൂൺ കാറ്റുകൾ രണ്ട് തരമായിട്ടുണ്ട്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും ഉണ്ട്, അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും മഴ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിനെ നമ്മൾ മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നോക്കാം കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് ഇടവപ്പാതി എന്നും കാലവർഷം എന്നും അറിയപ്പെടും. ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വഴിയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിൽ ഇത് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്ന് അറിയപ്പെടുന്നു, മലയാള മാസം ഇടവത്തിൽ ആരംഭിക്കുന്നതിനാൽ. പിന്നെ സാധാരണയായി ജൂൺ 1 ഈ കാറ്റുകൾ കേരള തീരത്ത് എത്താറുണ്ട്. ഇതിനെ മൺസൂൺ വിസ്ഫോടനം, മൺസൂൺ ബേഴ്സ്റ്റ് എന്ന് വിളിക്കുന്നു. 2 ശാഖകളുണ്ട് ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിന്. എന്തൊക്കെയാണ്? അറേബ്യൻ സീ ബ്രാഞ്ചും അതുപോലെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ. അപ്പം അറബിക്കടൽ ശാഖ ആദ്യം കേരളത്തിലാണ് മഴ പെയ്യ്ക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ തട്ടി തടഞ്ഞു നിൽക്കുന്നതിനാൽ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നു. ഇനി ബംഗാൾ ഉൾക്കടൽ ശാഖയോ, ഇത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക്, മേഘാലയ, ആസാം തുടങ്ങിയ ആ സംസ്ഥാനങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ മൺസൂൺ കാറ്റുകൾ വരുന്നു. അറബിക്കടൽ ശാഖ ഇവിടെ വെസ്റ്റേൺ ഗട്ട്സിൽ തട്ടി ഇവിടെ തന്നെ കൂടുതൽ മഴ ലഭിക്കുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത് ബംഗാൾ ഉൾക്കടലിലേക്ക് ഇങ്ങനെ പോയി ഇവിടെ തട്ടി ഈ ഒരു റീജിയനിൽ കൂടുതൽ മഴ ലഭിക്കുന്നു അല്ലെ. അപ്പൊ അതാണ് 2 ശാഖകൾ, അറബിക്കടൽ ശാഖയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ ശാഖയും. ഇനി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മൗസിൻറാം ആണ്. രണ്ടാമത് ചിറാപുഞ്ചി. ഇത് രണ്ടും മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? നേര്യമംഗലത്താണ്, എറണാകുളം ജില്ലയിൽ. അതിനെ കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നാണ് വിളിക്കുന്നത്. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ, അതിനെ റിട്രീറ്റിംഗ് മൺസൂൺ എന്നും അറിയപ്പെടും കേട്ടോ. മടക്കയാത്ര മൺസൂൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ തുലാവർഷം എന്നാണ് പിന്നെ കേരളത്തിൽ അതിനെ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ കരഭാഗത്ത് നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റുകളാണിത്. ഒക്ടോബർ മുതൽ നവംബർ, ഡിസംബർ വരെയാണ് അതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. പിന്നെ അത് സാധാരണയായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഇടിമിന്നലോട് കൂടിയിട്ടാണ് പെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ മൺസൂൺ എന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ആ കൊറമാൻഡൽ കോസ്റ്റ് റീജിയൻ ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കൊറമാൻഡൽ കോസ്റ്റ്, ആ റീജിയനിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത്. നമുക്കിവിടെ കാണാം അല്ലേ, ഇവിടുന്ന് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ വരുമ്പോൾ കൂടുതലും ഇവിടെ വന്നാണ് നിൽക്കുന്നത്. അപ്പം തമിഴ്നാട് റീജിയനിൽ കുറെ മഴ ലഭിക്കുന്നുണ്ട്. നേരെ മറിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാകുമ്പം ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് അതിനെ തടഞ്ഞു നിർത്തി. പിന്നെ അതുപോലെ ബംഗാൾ ഉൾക്കടൽ ശാഖ ഇങ്ങോട്ട് പോകുമ്പോൾ നോർത്ത് ഈസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ തമിഴ്നാടിന് അധികം മഴ ലഭിക്കുന്നില്ല, ഒട്ടും മഴ ലഭിക്കുന്നില്ല. പക്ഷെ നേരെ തിരിച്ച് ഇവിടെ
നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ വരുമ്പം ഇവിടെയാണല്ലേ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പൊ വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെ തടഞ്ഞു നിൽക്കുമ്പോൾ എന്തുണ്ടാവും? തമിഴ്നാട്ടിൽ കൂടുതൽ മഴ ലഭിക്കും. ഇനി പ്രീ മൺസൂൺ ഷവേഴ്സ്, അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പെയ്യുന്ന റീജിയണൽ മഴകൾ ഉണ്ടാവില്ല, പ്രാദേശിക മഴകൾക്ക് പല പല പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിൽപ്പെട്ടതാണ് മാംഗോ ഷവേഴ്സ്. മാംഗോ ഷവേഴ്സ് കേരളത്തിലും കർണാടകയിലൊക്കെ പെയ്യുന്ന വേനൽ മഴയാണ്. ഈ മാങ്ങയൊക്കെ പെട്ടെന്ന് പാകമാകാൻ വേണ്ടിയിട്ട് അതിന്റെ റൈപ്പനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ മാംഗോ ഷവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഇതിനെ ഞാറ്റുവേല മഴ അല്ലെങ്കിൽ ഏപ്രിൽ മഴ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ കോഫി ഷവേഴ്സ്, അതിനെ ബ്ലോസം ഷവേഴ്സ് എന്നും അറിയപ്പെടും. കർണാടകത്തില് കാപ്പിച്ചെടികൾ പൂക്കാൻ സഹായിക്കുന്ന വേനൽ മഴയാണ്. കാൽബൈശാഖി, വെസ്റ്റ് ബംഗാളിലും അസമിലും വീശിയടിക്കുന്ന ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയാണ് കാൽബൈശാഖി. ഈ കാൽബൈശാഖിനെ തന്നെയാണ് ബർദോളിസില എന്ന് അസാമിൽ പറയുന്നത്. ഇതിന്റെ തന്നെ ഒരു ഭാഗമാണ് അത്. അസാമില് ബർദോളിസില. ഇനി ലൂ ഇതിൽ പെട്ട ആളല്ല കേട്ടോ. ലൂ ആക്ച്വലി മഴയല്ല, എന്താണ്? കാറ്റാണ്. ഭയങ്കര വരണ്ട കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രത്യേകിച്ച് യു പി, ബീഹാർ ആ ഒരു സ്ഥലത്ത് വീശുന്ന വളരെ ചൂട് കൂടിയ വരണ്ട കാറ്റിനെയാണ് ലൂ എന്ന് പറയാം. ഇനി പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങൾ. ഇന്ത്യയിൽ പ്രധാനമായിട്ട് 3 കാർഷിക കാലങ്ങളാണുള്ളത്: ഖാരിഫ്, റാബി, സയ്ദ്. അപ്പൊ അതില് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് എന്താണ്? ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഇനി ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്നത് രണ്ടാമത്തെ സീസൺ ഏതാണ്? റാബി ട്ടോ. അപ്പൊ റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇനി റാബിക്ക് ശേഷം ദൈർഘ്യം കുറഞ്ഞ്, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഇന്റർവെല് പോലെ, ഇതിന്റെ ഖാരിഫിന്റെ റാബിന്റെ ഇടയിൽ ഒരു ചെറിയ പീരീഡിൽ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കൃഷിയാണ് എന്ത്? സയ്ദ് കൃഷി. അപ്പൊ സയ്ദിന്റെ സമയത്ത് കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് ചെയ്യുക. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. അപ്പം അതാണ് ഇവിടെ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുള്ളത്, കുറച്ചും കൂടി ഈസിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെ, സയ്ദ് ഏപ്രിൽ മുതൽ ജൂൺ വരെ. പിന്നെ പ്രധാന വിളകൾ ഏതൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കുക. അപ്പൊ ഏകദേശം നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ ഒരു സമയപരിധിന്റെ ഉള്ളിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. SCERT നിന്ന് മോസ്റ്റ്ലി നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അത് വെച്ചിട്ട് നമുക്ക് PYQs കുറച്ച് ചെയ്ത് നോക്കാം. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നും ഉദ്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണയാണ് കേട്ടോ. മഹാബലേശ്വറിന്റെ അടുത്ത് നിന്ന് ഉദ്ഭവിക്കുന്നത് കൃഷ്ണയാണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. മഹാബലവാനായിരുന്നു കൃഷ്ണൻ എന്ന് ഓർക്കുക. മഹാബലവാൻ ആരാ? കൃഷ്ണൻ. കൃഷ്ണൻ മഹാബലവാനാണ്. അപ്പൊ മഹാബലേശ്വറിന്റെ അടുത്ത് നിന്ന് ഉദ്ഭവിക്കുന്നത് കൃഷ്ണ നദി. ഇനി അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? ബാബർ, ടെറായി, ഖാദർ എന്നൊക്കെ പറഞ്ഞ്. അതിൽ അരുവികൾ അപ്രത്യക്ഷമാവുന്നത് എവിടെയാണ്? ബാബറിലാണ്. എന്നിട്ട് അത് എവിടെയാ പിന്നെ വീണ്ടും പ്രത്യക്ഷമാവുന്നത്? ടെറായിൽ വെച്ചിട്ട്. ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതായിരുന്നു? നീലഗിരി അല്ലെ? നീലഗിരി കുന്നുകളിൽ വെച്ചിട്ടാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്നത്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാ? ബംഗാളിന്റെ ദുഃഖം ദാമോദരാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചത് ബീഹാറിന്റെ ദുഃഖമായിരുന്നു, അത് കോസി നദിയാണ് ബീഹാറിന്റെ ദുഃഖം. അടുത്തത് ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ശ്രീശൈലം കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ഏതാണ്? പരുത്തി, ചണം, ചോളം, ബാർലി. അപ്പൊ ഇതില് ബാർലിയാണ് അല്ലെ? വീറ്റും ബാർലിയും, നമ്മുടെ വീറ്റ്, ഗോതമ്പും ബാർലിയൊക്കെയാണ് ഖാരിഫ് വിളയല്ലാത്തത്. അതൊക്കെ ഏതാണ്? റാബി വിളയാണ്. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതായിരുന്നു? 10 ഡിഗ്രി ചാനൽ. ഇനി അടുത്ത ചോദ്യം, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഖാരിഫ് ആണ് അല്ലെ? ജൂണിൽ തുടങ്ങുന്നത്. അതിന് മൺസൂൺ ക്രോപ്സ് എന്ന് പറയും, പക്ഷെ കാർഷിക കാലം ഏതാണ്? ഖാരിഫ് ആണ് കേട്ടോ. ഇനി അവശിഷ്ട പർവ്വതങ്ങൾക്ക്, റെസിജ്വൽ പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? റെസിജ്വൽ പർവ്വതത്തിന് ഉദാഹരണം ആരവല്ലി തന്നെ അല്ലെ? ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? കായാന്തരിക ശിലകൾ, മെറ്റമോർഫിക് റോക്സിൽ നിന്ന് ഉണ്ടാകുന്നത് ഏതാ? ചുവപ്പ് മണ്ണ്, റെഡ് സോയില്. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദികള് കറക്റ്റ് ആൻസർ ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് അല്ലെ? ഓപ്ഷൻ എ ആണ്. ഇനി ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? നവംബർ മധ്യം, ഒക്ടോബർ നവംബർ മധ്യത്തിലാണ് വിളയിറക്കൽ നടക്കുക കേട്ടോ. നവംബർ മധ്യം.
ഇനി അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? അപ്പൊ ഇതിൽ ശരിക്കും കര അതിർത്തി എന്നാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. ആൻസർക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്, കര അതിർത്തി എന്നാണ്. കാരണം എന്താ, മാലിദ്വീപ് ഒക്കെ ആയിട്ടാണെങ്കിലും ശ്രീലങ്ക ആയിട്ടാണെങ്കിലും നമുക്ക് മാരിടൈം ബൗണ്ടറി ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ആക്ച്വലി ഈ ഓപ്ഷൻസിൽ കൊടുത്ത എല്ലാവരും നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റുകളാണ്, നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷെ ഇവിടെ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കണേ. അപ്പൊ ഏതാണ് വരിക? പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, അത് വരും. അപ്പം 3ഉം 4ഉം ആണ് ഇവിടെ ഉത്തരം വരുന്നത് കേട്ടോ, ഓപ്ഷൻ ബി. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശത്താണ് അല്ലെ, അലൂവിയൽ സോയില്. ഈ നദികളൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. ആണോ? അല്ലല്ലോ. നമ്മൾ പറഞ്ഞത് എന്താ? ബ്ലാക്ക് സോയിൽ, കറുത്ത റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണാണ് പീഠഭൂമി പ്രദേശത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടു കിടക്കുന്നു. അതും തെറ്റാണ് അല്ലെ. തമിഴ്നാട് മുതൽ ഒറീസ വരെ ഏതാണ്? പൂർവ്വഘട്ടാണ്, ഈസ്റ്റേൺ ഘട്ട്സ് ആണ്. അപ്പൊ ഇവിടെ 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? ആരവല്ലി അല്ലെ, ആരവല്ലിയാണ്. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ വിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഫലഭൂയിഷ്ടമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. അപ്പൊ ഇതിലെ സവിശേഷതകൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവയൊന്നുമല്ല. കാരണം എന്താ? ഇതെല്ലാം അതിന്റെ സവിശേഷതയാണ്. അടുത്തത്, പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? അപ്പൊ പഞ്ചാബ് ഏത് അയൽ രാജ്യമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? ഇതൊന്നും എന്തായാലും തെറ്റിക്കരുത് അല്ലേ. നമ്മള് ഡിവൈഡ് ചെയ്തപ്പം പഞ്ചാബിനെയും ബംഗാളിനെയാണ് 2 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും കൊടുത്തത്. അപ്പം പഞ്ചാബ് അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനുമായിട്ടാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് അല്ലെ, ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര, അത് വിന്ധ്യ പർവ്വതനിരയാണ് കേട്ടോ, വിന്ധ്യ പർവ്വതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉപദ്വീപീയ പീഠഭൂമിയുടെ ചെരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് കുറഞ്ഞു വരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. അപ്പൊ താൻ നമുക്ക് ഈ മാപ്പ് ഒന്ന് നോക്കാട്ടോ. ഇവിടെ നോക്ക്, ഇവിടെ തുടർച്ചയായിട്ടല്ലേ വരുന്നത്, ഏത് ഷില്ലോങ് പ്ലാറ്റ്യൂ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള ഒരു തുടർച്ചയാണ് ഷില്ലോങ് പ്ലാറ്റ്യൂ, ശരിയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സിനെക്കാളും ഹൈറ്റ് കൂടുതലാണ് അല്ലെ, വെസ്റ്റേൺ ഗട്ട്സിനാണ് ഉയരം കൂടുതൽ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉയരം കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ ഇവിടെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഉയരം കുറഞ്ഞാണ് വരുന്നത്, അതും ശരിയാണ്. ഇനി ഇതിന്റെ പടിഞ്ഞാറൻ അതിർത്തി നോക്കാം അല്ലെ. ഡക്കാൻ പീഠഭൂമിയൊക്കെ നോക്കി വരുമ്പോൾ ഇവിടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഇനി മുകളിലാണെങ്കിൽ ആരവല്ലി റേഞ്ചസ് ആണ് വരുന്നത്. ഗിർ മൗണ്ടൻ റേഞ്ചസ് എവിടെയാ? ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പൊ ഗിർ അല്ല, ആരവല്ലിയും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സും ആണ് പടിഞ്ഞാറൻ അതിർത്തിയായിട്ട് വരുന്നത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ഇവിടെ 1ഉം 2ഉം ആണ് ശരി, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാം? ചമ്പല്, ബനാസ് കറക്റ്റ് ആണ്. കാവേരി, കബനി കറക്റ്റ് ആണ്. കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി ആണ് ഏത്? കൊയ്ന. അതുപോലെ ഗോദാവരിന്റെ ഇന്ദ്രവതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 1ഉം 4ഉം ആണ് ശരി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ഇനി ലാസ്റ്റ് ചോദ്യം. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. ഗോതമ്പ്, പയറ് വർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. അപ്പൊ ഇതാ നോക്കുക, ഞാനൊരു കാര്യം കാണിച്ചു തരാം. SCERT ടെക്സ്റ്റിലെ അതേ സെയിം സെന്റൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. ഇത് SCERT ടെക്സ്റ്റിൽ നിന്ന് എടുത്തു വെച്ചേക്കുന്ന പോർഷൻ ആണ് കേട്ടോ. നോക്ക്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലം. അതുപോലെ ദാ ഗോതമ്പ്, പയറ് വർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് ഏത്? റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇവിടെ ദാ പറയുന്നുണ്ട് വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. അപ്പൊ സെയിം സ്റ്റേറ്റ്മെന്റ് അല്ല, അതുപോലെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് SCERT ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
അപ്പം ഈ ഒരു വീഡിയോ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ താഴെ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ അതും കൂടെ ഒന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുകൂടാതെ പിന്നെ നമ്മളൊരു ടെലഗ്രാം സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ ഒരു സ്റ്റഡി സർക്കിളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് കൊടുത്തേക്കാം. അത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തേക്കാം. ഓൾസോ നിങ്ങളുടെ ക്വയറീസ്, ഫീഡ്ബാക്സ്, ഡൗട്ട്സ്, ക്ലിയറൻസസ് എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. So thank you so much for watching the video. Happy learning with Habitus.